കേരള നിയമസഭയുടെ അന്തസ്സും പാർലമെന്ററി മര്യാദകളും കർശനമായി പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയിൽ പ്രത്യേക റൂളിംഗ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിയമസഭയുടെ സമ്മേളനം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ സഭയ്ക്കുള്ളിലെ അച്ചടക്കത്തെയും ചട്ടങ്ങളെയും സംബന്ധിച്ച് ഇത്തരമൊരു അടിയന്തര ഇടപെടൽ ചെയറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. സഭയുടെ മര്യാദകൾ എല്ലാവരും ഒരുപോലെ പാലിക്കണമെന്നും ജ്യേഷ്ഠ സഹോദരന്മാർ കാണിച്ചു തരുന്ന ഉചിതമായ മാതൃകകൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സഭയിലെ 71 പുതിയ അംഗങ്ങളും തയ്യാറാകണമെന്നും സ്പീക്കർ ഔദ്യോഗികമായി ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ഈ പ്രത്യേക റൂളിന്റെ പശ്ചാത്തലവും അതിന്റെ ഘടനയും പരിശോധിക്കുമ്പോൾ സഭയുടെ ആദ്യ ദിനങ്ങളിൽ ചില അംഗങ്ങളിൽ നിന്നുണ്ടായ അശ്രദ്ധമായ പെരുമാറ്റങ്ങളാണ് ചെയറിനെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാണ്. സഭ സമ്മേളിക്കുമ്പോൾ പല അംഗങ്ങളും അമിത സ്വാതന്ത്ര്യത്തോടെ ഇടപെടുകയും ചെയറിന്റെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ നിൽക്കുകയും സഭയുടെ തലങ്ങും വിലങ്ങും നടക്കുകയും ചെയ്തത് സഭയുടെ ഗൗരവത്തെ ബാധിച്ചുവെന്ന് സ്പീക്കർ ചൂണ്ടിക്കാണിക്കുന്നു. ചട്ടങ്ങൾ കൃത്യമായി പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ, അതായത് ജൂൺ 17-ന് പുതിയ അംഗങ്ങൾക്കായി നിയമസഭയിൽ ഒരു പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ സെമിനാറിൽ ഭരണപക്ഷ നേതാവായ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും ഒരേ വേദിയിൽ പങ്കെടുത്തുകൊണ്ട് പുതിയ ജനപ്രതിനിധികൾക്ക് മാർഗനിർദ്ദേശം നൽകുമെന്നതാണ്. ഒരു സംസ്ഥാനത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയ്ക്കുള്ളിലെ ഭരണപരമായ കാര്യക്ഷമതയ്ക്കും സുഗമമായ പ്രവർത്തനങ്ങൾക്കും ഇത്തരം ചട്ടങ്ങൾ പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട തിയേറ്ററായ നിയമസഭയിൽ സമയക്രമവും പെരുമാറ്റച്ചട്ടങ്ങളും ലംഘിക്കപ്പെടുമ്പോൾ അത് ജനാധിപത്യ പ്രക്രിയയുടെ കാതലായ ലക്ഷ്യത്തെ തന്നെയാണ് ബാധിക്കുന്നത്. പുതിയ അംഗങ്ങൾക്ക് നിയമസഭയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും ബില്ലുകൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ചും കൃത്യമായ ധാരണ നൽകാൻ ഈ സെമിനാറിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേവലം കക്ഷി രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം സഭയുടെ അന്തസ്സും അച്ചടക്കവും കാത്തുസൂക്ഷിക്കാൻ ഭരണ പ്രതിപക്ഷ ഭേദമന്യേയുള്ള ഒരു കൂട്ടായ ഉത്തരവാദിത്വം ഇവിടെ പ്രകടമാകുന്നുണ്ട്. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ അക്കൗണ്ടബിലിറ്റിയും സുതാര്യതയും നിലനിർത്താൻ ജനപ്രതിനിധികൾ നിയമസഭയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയർ കൃത്യമായും പാലിക്കേണ്ടതുണ്ട്. നിയമനിർമ്മാണം നടത്തുന്നവർ തന്നെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് പൊതുജനങ്ങൾക്ക് ഭരണ സംവിധാനത്തിലുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഉത്തരവാദിത്വമുള്ള പൗരന്മാർ എന്ന നിലയിൽ നമ്മുടെ പ്രതിനിധികൾ നിയമസഭയ്ക്കുള്ളിൽ നടത്തുന്ന ഇടപെടലുകളും സഭയുടെ ചട്ടക്കൂടുകളും കൃത്യമായി മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമസഭയുടെ അച്ചടക്കം ഉയർത്തിപ്പിടിക്കാൻ സ്പീക്കർ എടുത്ത ഈ നയപരമായ തീരുമാനത്തെയും വരാനിരിക്കുന്ന സെമിനാറിനെയും കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. ഈ രാഷ്ട്രീയ വിശകലനം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യൂ.